20 റക്അത്ത് തറാവീഹുകളുണ്ടാവും. ബസ് സ്റ്റാൻഡ് കിബിലാക്കിയിട്ട് തറാവീന് പോകാതെ വട്ടപൂജയായിട്ടിരിക്കണുണ്ടാവും. പടിഞ്ഞാട്ട് തിരിഞ്ഞു നിർത്തിയിട്ട് 10 റാത്തിലുള്ള ഇരുമ്പോണ്ട് നടുമ്പുറത്തടിച്ചാലും പടിഞ്ഞാട്ട് വികാത്തുണ്ടാവും. നിശ്ചയത്തിൽ എല്ലാ ടീമും ഉണ്ടാവും. അവിടെ വെച്ചിട്ടാണോ ഇത്തരം കാര്യം ചർച്ച ചെയ്യുക? അന്നത്തെ ദിവസം കാണുക, ഒരു മഹർ പറയാ, അത്തരം കാര്യങ്ങളാ. ലക്ഷ്യം എന്താ? അതിന് പോണം. ഏക സിവിൽ കോഡ്, അതിനുവേണ്ടി ആറ്റപ്പൂ തങ്ങൾ വിളിക്കുക, എല്ലാരും വരും, ഒന്നിച്ചു നീങ്ങാം. അപ്പൊ ചില ആളുകൾ പറയുന്നു, ഹൈദരലി തങ്ങളുള്ളടത്ത് നമ്മളില്ല, ലീഗ് മുന്നിലാണെങ്കിൽ നമ്മളില്ല. എന്നാ ഈ ആൾക്കാർ ഓൽക്ക് ഉപകാരമുള്ളിടത്തൊക്കെ ഓല് പോണുണ്ട്. ഓൽ നരേന്ദ്രമോദി വിളിച്ച സമ്മേളനത്തിൽ പോവും, നരേന്ദ്രമോദി ചർച്ചയ്ക്ക് വിളിച്ചാൽ പോവും, മറ്റെല്ലാ വിഭാഗങ്ങളുള്ളിടത്തൊക്കെ അവര് പോവും. എന്നാലോ ഇവിടെ ഒന്നിക്കേണ്ട സമയത്ത് ഒന്നിക്കണം. കുടുംബം ഒന്നിക്കേണ്ട സമയമാണ്, അയൽവക്കം ഒന്നിക്കേണ്ട സമയമാണ്, ക്ലബുകളിൽ ഭിന്നിപ്പില്ലാതെ ഒന്നിക്കേണ്ട സമയമാണ്. മുജാഹിദ് വിഭാഗക്കാർ കോഴിക്കോട്ട് ഒന്നിച്ച മഹാസമ്മേളനം നമ്മൾ കണ്ടില്ലേ? എല്ലാവർക്കും പാഠമാണ്. എല്ലാവരും പരമാവധി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ യോജിക്കാൻ കഴിയാവുന്ന മേഖലകളിലൊക്കെ യോജിച്ച് രാജ്യത്തിന്റെ ഗവൺമെന്റിനെ ഏക സ്വരത്തിൽ ഈ അഭിപ്രായം അറിയിക്കണം. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവരോട് പറയുന്നത്. പക്ഷേ ചിലർ അവർക്ക് ഉപകാരമുള്ളതിലേ പോവുള്ളൂ, അല്ലാത്തതിൽ പോകില്ല. ഏതുപോലെ മുമ്പൊരു ബാപ്പ അത്യാസന്ന രോഗിയായി കിടക്കുക. അപ്പൊ നാട്ടിലൊരു പ്രമാണിയായതുകൊണ്ട് നാട്ടുകാർ മാലിന്യ കമ്മിറ്റിക്കാരൊക്കെ മൂപ്പരെ കാണാൻ പോവുകയാണ്. കാണാൻ ചെന്നപ്പോണ്ട് മൂപ്പരെ വർത്താനം ഇങ്ങനെ പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താ, ഒരു 5-6 മക്കളുണ്ട്, ഓലെങ്ങനെ നിർത്തിക്കുക വാപ്പ. ഏതായാലും അത്യാസന്ന നിലയിലാണ്, കഷ്ടപ്പാടാണ്, മരിക്കും എന്നുള്ളൊരു ഏകദേശം ഒരു ധാരണ മൂപ്പർക്കും. മരുന്നാണെങ്കിൽ ഏശുന്നില്ല. അപ്പൊ മൂപ്പര് മക്കളോട് ഇങ്ങനെ വസിയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താ നാട്ടുകാർ കയറി ചെന്നത്. അപ്പൊ എന്താ വസിയത്ത്? വാപ്പ പറയാണ്, ഞാൻ ആ പോക്കരാജിക്ക് ഒരു 25,000 റുപ്യ കൊടുക്കാണ്ട്, എന്ന പോലെ കോയാമോജിക്ക് ഇതേപോലെ ഒരു 75,000 റുപ്യ കൊടുക്കാണ്ട്, അതുപോലെ തന്നെ സൂഫിയാജിക്ക് ഞാൻ അതുപോലെ ഒരു 35,000 റുപ്യ കൊടുക്കാണ്ട്. അപ്പൊ മൂത്ത ചെക്കൻ പറയാളോ, പാപ്പാക്ക് ഇപ്പൊ ഒരാഴ്ച ആയിട്ട് ഇതുപോലെ ഈ പിച്ചും പേയും തന്നെ പറയാ, അവിടെ കൊടുക്കാണ്ട്, ഇവിടെ കൊടുക്കാണ്ട്, ഇവിടെ 35 കൊടുക്കാണ്ട്, അവിടെ 40 കൊടുക്കാണ്ട്. അതിലിടക്ക് വാപ്പ പറഞ്ഞു, ആ ഷെരീഫാജി എനിക്ക് ഒരു 1.25 ലക്ഷം റുപ്യ ഇങ്ങോട്ട് തരാനുണ്ട്. അപ്പൊ ഈ ചെക്കൻ പറയാ, ഇടക്ക് ഭയങ്കര ഇഷാർത്താട്ടാ, അതും വേണം പറയാ, നല്ല ഓർമ്മയാണ്, ചില്ലറ സംഭവം എന്നല്ല. ഇങ്ങനത്തെ ഉപകാരം ഉണ്ടെങ്കിൽ ഇഷാറത്തും, അങ്ങോട്ടുണ്ടെങ്കിൽ വസ്വാസും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ പൊതുസമൂഹത്തെ ഇഷാറത്താക്കിക്കൊണ്ട് നടത്തുന്ന പ്രോജ്വലമായ ചടങ്ങുകളിലൊക്കെ എല്ലാ മനുഷ്യരുടെയും പിന്തുണയുണ്ടാകണം. നന്ദി. അസ്സലാമു അലൈക്കും.